സതീശൻ യുഗത്തിന് ഔദ്യോഗിക തുടക്കം. അധികാരമേറ്റ് പുതിയ മന്ത്രിസഭ സജീവ ഭരണത്തിലേക്ക്. കേരള രാഷ്ട്രീയത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുതിയൊരു ഭരണ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മുൻപാകെ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്താണ് വി.ഡി. സതീശൻ സംസ്ഥാനത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്. P.K. കുഞ്ഞാലിക്കുട്ടി, K. മുരളീധരൻ, സണ്ണി ജോസഫ്, ഷിബു ബേബി ജോൺ ഉൾപ്പെടെയുള്ള വൻ നേതാക്കളുടെ സാന്നിധ്യത്തിൽ രൂപീകരിക്കപ്പെട്ട ഈ പുതിയ മന്ത്രിസഭ അധികാരമേറ്റ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ജനക്ഷേമ നയങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു. ഭരണരംഗത്ത് സുതാര്യതയും വേഗതയും ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു പുതുയുഗ കേരളം സൃഷ്ടിക്കുമെന്ന ഉറച്ച പ്രഖ്യാപനമാണ് പുതിയ മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. ആഭ്യന്തരത്തിൽ വീണ്ടും ചെന്നിത്തലയുടെ കരുത്താണ്. വിജിലൻസും കർശന നടപടികൾക്ക് തുടക്കം പുതിയ മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന ജനനായകനായ രമേശ് ചെന്നിത്തല ആഭ്യന്തര വിജിലൻസ് വകുപ്പുകളുടെ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തനം ആരംഭിച്ചത് പുതിയ സർക്കാരിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വലിയ കരുത്താണ് പകരുന്നത്. മന്ത്രി പദവിയിൽ തന്റെ 3ാം ഊഴം കുറിക്കുന്ന അദ്ദേഹം മുൻപ് 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത് മികച്ച ഭരണപരിചയം തെളിയിച്ച നേതാവാണ്. രണ്ടാമതും ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തേക്ക് എത്തുമ്പോൾ സംസ്ഥാനത്തെ ക്രമസമാധാന നില പൂർണ്ണമായും ഭദ്രമാക്കുമെന്നും വിജിലൻസ് സംവിധാനങ്ങളെ കൂടുതൽ ശക്തമാക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. 30ാം വയസ്സിൽ K. കരുണാകരൻ മന്ത്രിസഭയിലൂടെ തുടക്കമിട്ട അദ്ദേഹത്തിന്റെ സുദീർഘമായ രാഷ്ട്രീയ പാരമ്പര്യം സതീശൻ സർക്കാരിന് വലിയൊരു പിൻബലമായിരിക്കുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളുടെ പെരുമഴ, പ്രതീക്ഷയുടെ കേരളക്കര. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് തൊട്ടു പിന്നാലെ ഇന്നലെ വൈകിട്ട് ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ സുപ്രധാന തീരുമാനങ്ങൾ നാളത്തെ കേരളത്തിന്റെ വികസന കുതിപ്പിന് അടിത്തറയിടുന്നവയാണ്. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന ആശാപ്രവർത്തകരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, കൊച്ചി മാതൃകയിൽ പാവപ്പെട്ടവർക്കായി സംസ്ഥാന വ്യാപകമായി ഇന്ദിരാ ക്യാന്റീനുകൾ ആരംഭിക്കുക, KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ സൗകര്യം ഏർപ്പെടുത്തുക തുടങ്ങിയ വിപ്ലവാത്മകമായ പ്രഖ്യാപനങ്ങളാണ് പുതിയ സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് നടത്തിയ മുഖ്യമന്ത്രിയുടെ ആദ്യ വാർത്താ സമ്മേളനത്തിലൂടെ പുറത്തുവന്ന ഈ തീരുമാനങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു ജനകീയ ഭരണക്രമത്തിനാണ് ഇതിലൂടെ തുടക്കമായിരിക്കുന്നത്.